ഡോക്ടർ പാൽ വേഴ്സസ് ലിവർ ഡോഗ് പാർട്ട് 2 ആണ്. ഇതിന് മുമ്പത്തെ പാർട്ട് കാണാത്തവർ ആദ്യം അതുപോയി കാണുക, എന്നാലേ ഈ സാധനം മനസ്സിലാവും. അങ്ങനെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോക്ടർ പാൽമാണിക്കത്തിൻ്റെ ഒരു അപ്പോളജി ഒക്കെ വെച്ചിട്ടാണ്. അതായത് ലിവർ ഡോക്കിനെ ഒരാളൊരു റേഷ്യൽ ഹെയ്റ്റ് കമൻ്റ് ഒക്കെ വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് റീട്വീറ്റ് ചെയ്തതിൽ സോറി പറഞ്ഞിട്ട് ഒരു ക്ഷമാപണമൊക്കെ നടത്തുന്നുണ്ട്. മാത്രമല്ല പുള്ളി പറയുന്നത് ഞാൻ ചെയ്തൊരു നല്ല കാര്യം തന്നെയാണ്, അതായത് മറ്റുള്ളവരോട് പ്രോസസ് ഫുഡ് കഴിക്കരുതെന്നാണ് പറയുന്നത്. സോ എനിക്കിപ്പോഴും തോന്നുന്നില്ല അതെന്തുകൊണ്ടാണ് എങ്ങനെ നിങ്ങൾ ചെറിപ്പിക്ക് ചെയ്യുന്നത്. വേറെ ഞാൻ ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ചെറിപ്പിക്ക് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ആണ് പാൽമാണിക്ക് ഈ പോസ്റ്റ് നിർത്തുന്നത്. അങ്ങനെ ലിവർ ഡോക്ക് ഒരു കിഡിലൻ സാധനം കൊണ്ടാണ് നെക്സ്റ്റ് പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോക്ടർ പാൽമാണിക്ക് നടത്തുന്ന ഒരു വെൽനെസ് കോഴ്സ് ഉണ്ട്. ഓക്കെ, ഈ കോഴ്സ് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ നടത്തുന്നത്? മാത്രമല്ല ആ ടീമിൻ്റെ അകത്ത് ആയുർവേദക്കാരും കോച്ചുകളൊക്കെയാണ് ഉള്ളത്. ആയുർവേദക്കാരും ലിവർ ഡോക്കും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതൊക്കെ ഫുള്ള് തട്ടിപ്പാണ്. നിങ്ങൾ വളരെ ഷെയിമാണ് കമ്മ്യൂണിറ്റിക്ക് ബ്രിങ് ചെയ്യുന്നത്, അതായത് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്കും ഡോക്ടർ കമ്മ്യൂണിറ്റീസിനൊക്കെ ബ്രിങ് ചെയ്യുന്നത് ആണ്. നിങ്ങൾ വേറെ ഒരു മൈലെണ്ണ കച്ചവടക്കാരനാണെന്നുള്ള രീതിയിലൊക്കെയാണ് ലിവർ ഡോക്ക് വീണ്ടും പറയുന്നത്. ഓക്കെ, എന്നിട്ട് പുള്ളി പറയുകയാണ് ആദ്യം ഇതൊക്കെ നിങ്ങൾ ശരിയാക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വാ എന്നാണ് പറയുന്നത്. അങ്ങനെ ഇതിന് റിപ്ലൈ ആയിട്ട് പാൽമാണിക്കത്തിൻ്റെ പോസ്റ്റ്, അതായത് എനിക്ക് ഒരുത്തനെയും പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, മാത്രമല്ല ഞാൻ മോശമൊന്നും പറഞ്ഞില്ല, ഞാൻ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് കഴിക്കരുതെന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ അത് പറഞ്ഞ രീതി കുറച്ച് തമാശ കലർന്നതും ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. അതായിരിക്കും നിങ്ങളെല്ലാവരും ചൊടിപ്പിച്ചിട്ടുണ്ടാവുക എന്നാണ് പുള്ളി പറയുന്നത്. മാത്രമല്ല ഞാൻ 20 കൊല്ലം പഠിച്ച് ഡോക്ടറായ ഒരു വ്യക്തിയാണ്. എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ ഓൾറെഡി പ്രാക്ടീസൊക്കെ എസ്റ്റാബ്ലിഷ് ആയതാണ്. ഞാൻ ഈ ചെയ്യുന്നൊക്കെ കാരുണ്യ പ്രവർത്തനമാണ്. മാത്രമല്ല ഫെയിം വാലിഡേഷൻ ഫൈനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയല്ല എന്ന് പറയുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ട് അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുള്ളി നടത്തുന്ന വെൽനസ് പ്രോഗ്രാം ഫ്രീ അല്ല എന്നും കൂടെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഓക്കെ, മാത്രമല്ല വേറൊരു ഐറ്റം പുള്ളി പറയുന്നത് വെച്ചാൽ ഈ ആബി ഫിലിപ്സിൻ്റെ ഫാദറായിട്ടുള്ള ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ്റെ നിന്ന് ബെസ്റ്റ് എന്താ പറയുക അക്കാഡമിക് എക്സലൻസിന് അവാർഡ് വരെ വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അത് മതി, നിങ്ങളുടെ ഇതൊന്നും വേണ്ട, നിങ്ങളുടെ ഫാദറിൻ്റെ നിന്ന് വരെ ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടാണ് പാൽമാണിക്യം എൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഫാസ്റ്റ് ഫുഡിൽ തുടങ്ങിയൊരു അടി ചെന്ന് നിൽക്കുന്നത് ഈ പാൽമാണിക്യത്തിൻ്റെ വെൽനസ് പ്രോഗ്രാമിലേക്കാണ്. അപ്പോൾ ഇതിന് ലിവർ ഡോക്ക് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നിങ്ങൾ ഈ ഫാദറിനെ പറ്റി പറഞ്ഞ ഈ ട്രംപ് കാർഡ് ഉണ്ടല്ലോ, അത് പുള്ളിക്ക് അറിയാം, അത് സാധനം നിങ്ങൾ പറയുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്ര ചീപ്പാവെന്ന് വിചാരിച്ചില്ല അത് ഉപയോഗിച്ചിട്ട്. എനിവേസ് ആ പരിപാടിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഈ ആബി ഫിലിപ്സിൻ്റെ ഫാദർ ഒരു വലിയ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റാണ്. ഓക്കെ, മാത്രമല്ല പത്മശ്രീ അവാർഡ് വിന്നറാണ്. അപ്പോൾ ആ ഒരു കെയർ ഓഫിൽ പുള്ളിയുടെ ഫ്രണ്ട്സ് PPST ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പരിപാടിക്ക് പോയത്. അല്ലാണ്ട് ഈ പാൽമാണിക്ക് ആരാണോ എന്താ സംഭവം എന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല പുള്ളി അവിടെ ഈ അവാർഡ് ഫംഗ്ഷന് പോയത് എന്നുള്ളതാണ്. ഓക്കെ, അതല്ല ഇനിയിതിപ്പോൾ ലിവർ ഡോക്ക് ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടാവില്ല. നിന്നെ പോലത്തെ ഈ പറഞ്ഞ അവാർഡൊന്നും ഞാൻ തരില്ലായിരുന്നു അറിയായിരുന്നെങ്കിൽ. മാത്രമല്ല ലിവർ ഡോക്ക് ചെയ്യുന്നത് സമൂഹത്തിലെ തെറ്റിദ്ധാരണകളും മിസ്ഇൻഫർമേഷനും അതേപോലെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള പ്രാക്ടീസിനൊക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. മാത്രമല്ല ലാസ്റ്റ് ഒരു സാധനം വെച്ചിട്ടാണ് എൻ്റെ ചെയ്യുന്നത്, പറഞ്ഞപ്പൻ ഉനക്ക് കൊഞ്ചം ഏതാവതോ നാണം ഇറുക്കടാ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ചെയ്യുന്നത്. ബാക്കി പോർഷൻ ഞാൻ പാർട്ട് 3 കാണിക്കാം. ഓൾറെഡി ഇതിൽ